കേരളം ഭരിക്കുന്നത് ആരാണ്? UDF ആണ്. നേതൃത്വം കൊടുക്കുന്നത് കോൺഗ്രസ് ആണ്. അങ്ങനെയാണോ എന്ന് ചോദിച്ചാൽ അല്ല എന്ന ഉത്തരം ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നു. കേരളം ഭരിക്കുന്നത് UDF-ഉം BJP-യും ചേർന്നാണ്, കോൺഗ്രസും BJP-യും ചേർന്നാണ്. ഇതാണ് കേരളത്തിൽ ഇപ്പോൾ നടക്കുന്ന ചർച്ച. എത്രയോ ഉദാഹരണങ്ങൾ നമ്മുടെ മുന്നിലുണ്ട്. PM ശ്രീ പദ്ധതി നടപ്പാക്കാൻ പോകുന്നു, കേന്ദ്ര സർക്കാരുമായി ഏറ്റുമുട്ടലില്ല, യോജിച്ചു പോകുമെന്ന് പറയുന്നു. KRA പദ്ധതി BJP-യുടെ സ്ഥാനാർത്ഥിയും മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയും ഒക്കെയായിരുന്ന ശ്രീധരൻ മുന്നോട്ട് വെച്ച KRA പദ്ധതി നടപ്പാക്കാൻ തയ്യാറെടുക്കുന്നു സംസ്ഥാന സർക്കാർ. എല്ലാ പിന്തുണയുമായി BJP രംഗത്ത് വരുന്നു. MG സർവകലാശാലയിൽ 30 സെനറ്റ് അംഗങ്ങളാണ് ആകെയുള്ളത്. അതിൽ 19 പേരെയും ഗവർണർ BJP നേതാക്കളെ നോമിനേറ്റ് ചെയ്യുന്നു. ഒരക്ഷരം മിണ്ടുന്നില്ല മുഖ്യമന്ത്രിയും ഉന്നത വിദ്യാഭ്യാസ മന്ത്രിയും. ഇതെല്ലാം കാണുമ്പോൾ കേരളത്തിൽ ഭരിക്കുന്നത് BJP ആണ് എന്ന ചർച്ച സ്വാഭാവികമാണ്, അത് ഉയർന്നു വരികയും ചെയ്യുന്നുണ്ട്. അത് വലിയ തിരിച്ചടിയാണ് VD സതീശനെ സംബന്ധിച്ച്. VD സതീശൻ മുഖ്യമന്ത്രിയായത് എങ്ങനെയാണ്? കേരളത്തിലെ മുസ്ലിം സമുദായത്തിൻ്റെ അകമഴിഞ്ഞ പിന്തുണയോടുകൂടിയാണ്. കേരളത്തിലെ ക്രൈസ്തവ മതവിഭാഗത്തിൻ്റെ അകമഴിഞ്ഞ പിന്തുണയോടുകൂടിയാണ്. ഒരു തരത്തിൽ പറഞ്ഞാൽ പാണക്കാട് തങ്ങളാണ്, മുസ്ലിം ലീഗാണ് VD സതീശനെ മുഖ്യമന്ത്രിയാക്കിയത് എന്ന് വേണമെങ്കിൽ പറയാം. കാരണം VD സതീശനെ പിന്തുണയ്ക്കാൻ MLA-മാർ പോലും ഉണ്ടായിരുന്നില്ല. KC വേണുഗോപാൽ കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയായി വരും എന്ന അവസ്ഥ വന്നു. അതല്ലെങ്കിൽ രമേശ് ചെന്നിത്തല വരും എന്ന സ്ഥിതി വന്നു. അങ്ങനെ വരുമ്പോഴാണ് പാണക്കാട് തങ്ങൾ നേരിട്ട് രാഹുൽ ഗാന്ധിയെ വിളിക്കുകയും സംസാരിക്കുകയും VD സതീശനല്ല മുഖ്യമന്ത്രിയെങ്കിൽ ഞങ്ങൾ മന്ത്രിസ്ഥാനത്തേക്കില്ല എന്ന് പറയുകയും ചെയ്തു. അതോടുകൂടിയാണ് VD സതീശന് മുഖ്യമന്ത്രി പദം അല്ലെങ്കിൽ മുഖ്യമന്ത്രി സ്ഥാനം ലഭിച്ചത്. ആ കൂറ് എല്ലാ കാലത്തും മുസ്ലിം ലീഗിനോടുണ്ടാകും എന്നാണ് മുസ്ലിം ലീഗ് നേതൃത്വം കരുതിയത്. മുസ്ലിം ലീഗിൻ്റെ നിലപാട് VD സതീശൻ ഉയർത്തിപ്പിടിക്കുമെന്നാണ് കരുതിയത്. എന്നാൽ VD സതീശൻ മുഖ്യമന്ത്രിയായതിനു ശേഷം നേരെ തിരിച്ച് പോവുകയാണ് ചെയ്തത്. അതുകൊണ്ട് തന്നെയാണ് നേരെ തിരിച്ച് BJP-യുടെ നയങ്ങളും നിലപാടുകളും കേന്ദ്ര സർക്കാരോട് ഏറ്റുമുട്ടലില്ല തുടങ്ങിയ നിലപാടിലേക്ക് പോയപ്പോൾ മുസ്ലിം സമുദായത്തിന് ഇടയിൽ വലിയ ആശങ്കയുണ്ടായി. എന്താണ് VD സതീശൻ ചെയ്യുന്നത് എന്ന്. അതിൽ നിന്ന് VD സതീശന് കയറണം. അതിനുവേണ്ടി ഇതാ ഒരു തുടക്കം തുടങ്ങി വെച്ചത് VM സുധീരനാണ്. വെള്ളാപ്പള്ളി നടേശനെതിരെയും തുഷാർ വെള്ളാപ്പള്ളിക്കെതിരെയുമുള്ള പഴയ കേസ്, അന്വേഷണം വഴിമുട്ടി നിൽക്കുന്ന ഒരു കേസ് കുത്തിപ്പൊക്കി കൊണ്ടുവരുവാൻ തീരുമാനിച്ചിരിക്കുന്നു. അത് മറ്റൊന്നുമല്ല, കണിച്ചകുളങ്ങര SNDP യോഗം ജനറൽ സെക്രട്ടറിയും SNDP യൂണിയൻ്റെ മൈക്രോ ഫിനാൻസ് പദ്ധതിയുടെ കോഓർഡിനേറ്ററുമായ KK മഹേശൻ്റെ ആത്മഹത്യ. അതേക്കുറിച്ച് അന്വേഷിക്കാൻ പ്രത്യേക സംഘത്തെ രൂപീകരിക്കാൻ തീരുമാനിച്ചിരിക്കുന്നു. മുഖ്യമന്ത്രിക്ക് ഇത് സംബന്ധിച്ച് VM സുധീരൻ നിവേദനം നൽകി അന്വേഷിക്കണമെന്നാവശ്യപ്പെട്ട് മുഖ്യമന്ത്രി അത് ആഭ്യന്തര വകുപ്പിന് കൈമാറിയിരിക്കുകയാണ്. പ്രത്യേക സംഘത്തെ വിട്ട് അന്വേഷിക്കണമെന്ന്. VD സതീശൻ്റെ കൃത്യമായ ഒരു കരുനീക്കം. VD സതീശൻ തന്നെ മുൻകൈയെടുത്ത് ആരംഭിച്ചതാകാനാണ് സാധ്യത. അല്ലെങ്കിൽ VM സുധീരൻ ഇപ്പോൾ അത്തരമൊരു കത്ത് മുഖ്യമന്ത്രിക്ക് നൽകാൻ സാധ്യത വളരെ വളരെ കുറവാണ്. അന്വേഷണം നടന്നാൽ ഒരു സംശയം വേണ്ട, വെള്ളാപ്പള്ളി നടേശനും തുഷാർ വെള്ളാപ്പള്ളിയും കുരുങ്ങും. ആഭ്യന്തര വകുപ്പ് കൃത്യമായ അന്വേഷണം മുന്നോട്ട് കൊണ്ടുപോകുമോ എന്ന ചോദ്യം അവിടെ അവശേഷിക്കുന്നുണ്ട്. കാരണം തുഷാർ വെള്ളാപ്പള്ളിയെ ആഭ്യന്തര വകുപ്പ് മന്ത്രി രമേശ് ചെന്നിത്തല പോയി കണ്ടതുമൊക്കെ നമ്മുടെ മുന്നിലുണ്ട്. അതുകൊണ്ട് അന്വേഷണം നേരെ പോകുമോ, ശരിയായ ദിശയിൽ മുന്നോട്ട് പോകുമോ എന്നതൊക്കെ സംശയമുണ്ട്. എന്നിരുന്നാലും VD സതീശൻ്റെ സ്ഥാനം ഒന്നുകൂടി ഭദ്രമാക്കുന്നു. വെള്ളാപ്പള്ളി നടേശൻ മുസ്ലിം സമുദായത്തിന് ശത്രുവാണ് എന്ന് ജമാഅത്തെ ഇസ്ലാമിയും മുസ്ലിം ലീഗും പ്രഖ്യാപിച്ചതാണ്. അങ്ങനെ പ്രഖ്യാപിക്കാൻ കാരണം വെള്ളാപ്പള്ളി നടേശൻ്റെ മുസ്ലിം വിരുദ്ധ നിലപാടാണ്. അദ്ദേഹം ഹിന്ദുത്വ വഴിയിലൂടെയാണ് സഞ്ചരിക്കുന്നത് എന്നതാണ്. BJP-യെ കേരളത്തിലേക്ക് കൊണ്ടുവരുവാനുള്ള എല്ലാ വഴിയും ഒരുക്കി കൊടുക്കുകയാണ് എന്നാണ് വെള്ളാപ്പള്ളി നടേശന് എതിരെ മുസ്ലിം സംഘടനകൾ ഉയർത്തിയ വിമർശനം. എന്നാൽ കേരളത്തിൽ അധികാരത്തിൽ വന്ന VD സതീശൻ പക്ഷേ BJP-യുടെ നയങ്ങൾ നടപ്പാക്കുന്നു എന്ന ആരോപണം ഉയർന്നു വരുന്ന ഘട്ടത്തിൽ അങ്ങനെയല്ല, ഇതാ വെള്ളാപ്പള്ളി നടേശനെ ഞാൻ കുരുക്കാൻ പോകുന്നു, നിയമപരമായി കുരുക്കാൻ പോകുന്നു എന്ന സന്ദേശം മുസ്ലിം സമുദായത്തിന് നൽകി നഷ്ടപ്പെട്ടു പോയ ഇമേജ് വീണ്ടെടുക്കാൻ, മുസ്ലിം സമുദായത്തിൻ്റെ മനസ്സിലുണ്ടായിരുന്ന ഇമേജ് നഷ്ടപ്പെട്ടു പോയ ആ ഇമേജ് തിരിച്ചു പിടിക്കാൻ ശ്രമമാണ് നടത്തുന്നത് VD സതീശൻ. എന്തായാലും രാഷ്ട്രീയ കളി നടക്കട്ടെ, എവിടെ എത്തും കാര്യങ്ങൾ. ഏറ്റവും ഒടുവിൽ VD സതീശനും രമേശ് ചെന്നിത്തലയും തമ്മിൽ തെറ്റുന്ന തരത്തിലേക്ക് ഈ കേസ് വളർന്നു വരുമോ എന്നതാണ് ഇനി അറിയാനുള്ളത്. വരും ദിവസങ്ങളിൽ കേസിൻ്റെ ഗതി എന്താണ് എന്ന് മനസ്സിലാക്കി അക്കാര്യത്തെക്കുറിച്ച് ഒരു തീർപ്പ് ജനങ്ങൾക്ക് തന്നെ കൽപ്പിക്കാൻ കഴിയും.